നമ്മൾ ഭൂരിഭാഗം ഇവിടെ വന്നിരിക്കുന്നത് ഉദ്ദേശങ്ങളോടുകൂടിയാണ്. എന്നാൽ നമ്മളെ സഹായിക്കാനുള്ള മനസ്സോടുകൂടി വിവിധങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ പ്രയത്നങ്ങളെ ഞാനിങ്ങനെ വീക്ഷിക്കുകയായിരുന്നു. എന്തായിരിക്കും ദൈവം അവർക്ക് നൽകുന്ന പ്രതിഫലം? നമ്മൾ ദൂരങ്ങൾ താണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തുമ്പോൾ സമയം നീക്കിവെക്കുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അവരെയും ഓർക്കണമെന്ന് അച്ഛൻ ഓർമ്മിപ്പിച്ചത് മറന്നു പോകരുത്. അതാണ് അവർക്കുള്ള പ്രതിഫലം. അനേകം ആളുകൾ ഒരു പുഴ പോലെ ഇങ്ങനെ ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. സഹദായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ ആ പ്രിയ പിതാവിൻ്റെ കാവൽ മധ്യസ്ഥത നമുക്കെന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം സഹദേയന്മാരുടെ ഓർമ്മദിനങ്ങളിൽ വായിക്കുന്ന വേദഭാഗമാണ്. പ്രത്യേകമായി പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ ഈ വേദഭാഗം പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്നു. ഈ വേദഭാഗം വീട്ടിൽ പോയി ഒന്ന് വായിക്കേണ്ടത് ആവശ്യമാണ്. സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഞായറാഴ്ച ദേവാലയത്തിൽ വരുമ്പോൾ ഇത് വായിച്ചു കേട്ട് പോകാറുണ്ട്. എങ്കിലും സഹദേയന്മാരുടെ പെരുന്നാളുകളുടെ ദിവസങ്ങളിൽ വായിക്കുന്ന വായനകൾ എത്രമാത്രം നമ്മുടെ ഉള്ളിലേക്ക് എത്തും എന്ന് അറിയില്ല. എങ്കിലും ഈ വേദഭാഗം 5 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നാം പല പ്രാവശ്യം കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിക്കുകയാണ്. അവരെ പേര് ചൊല്ലി വിളിച്ചിട്ട് അവരെ പ്രേക്ഷിത വേലയ്ക്കായിട്ട് അയക്കുകയാണ്. അവരെ ശിഷ്യ സമൂഹത്തിൻ്റെ ഭാഗമായ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് ആളുകളുടെ ഇടയ്ക്കിലേക്ക് പറഞ്ഞിടുകയാണ്. അവരെ പറഞ്ഞു വിടുമ്പോൾ അവർക്ക് വിവിധങ്ങളായ ഉപദേശങ്ങൾ നൽകുകയാണ്. ആ ഉപദേശങ്ങളിൽ അവരോട് പറഞ്ഞു വരുന്ന വാക്കുകളുടെ ഇടയിലാണ് യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. ആരേക്കാൾ? കുരുവിലിനേക്കാൾ വിശേഷതയുള്ള മനുഷ്യരാണ് നിങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിനു മുമ്പ് പറയുന്നുണ്ട്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ വരുവാൻ ഒരാൾ ആഗ്രഹിച്ചാൽ തന്നെത്താൻ ത്യജിച്ച ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ദേഹത്തെയും ദേഹിയെയും കൊല്ലുവാൻ കഴിയുന്നവനെ ഭയപ്പെട്ടുകൊള്ളുക. എന്നാൽ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഭ്രമിച്ചു പോകേണ്ട, ഭയപ്പെടേണ്ട. നിങ്ങൾ കുരുവിലേക്കാൾ വിശേഷതയുള്ള മനുഷ്യരത്രേ. എത്ര ശ്രേഷ്ഠമായ വചനമാണ്! യെരൂശലേം ദേവാലയത്തിൽ യാഗമർപ്പിക്കാൻ ഏറ്റവും വില കുറഞ്ഞതെന്ന് കരുതുന്ന കുരുകിലുകൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ അവർക്ക് യാഗമർപ്പിക്കാനായിട്ട് മറ്റൊന്നുമില്ലാതെ, വലിയ വലിയ വിലപിടിപ്പുള്ള യാഗാർപ്പിത വസ്തുക്കളില്ലാതെ വരുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ചേർന്ന് നിൽക്കുന്ന, അവരെ ബലിപീഠത്തോടടുപ്പിക്കുന്നതാണ് ഈ കുരുകിലുകൾ. അതിന് വലിയ വിലയൊന്നുമില്ല. കർത്താവ് പറയുന്നു, നിങ്ങൾ ആ കുരുവികളെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ അതിനേക്കാൾ വിശേഷതയുള്ള മനുഷ്യരാണ്. ദുരിതപൂർണമായ ജീവിതങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യരോടും യേശുവിൻ്റെ ശിഷ്യരാകുന്ന, അവൻ്റെ ശിഷ്യത്വത്തിൻ്റെ പദവികളിലേക്ക് അവനെ പിൻപറ്റുന്ന, അവനെ അറിയാൻ ആഗ്രഹിക്കുന്ന, അവൻ്റെ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അവൻ്റെ സന്നിധിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനോടും ദൈവം പറയുകയാണ്, മകനെ, മകളെ,
പേടിക്കേണ്ട. ഡു നോട്ട് ഫിയർ. മകനെ, മകളെ, പ്രിയ പൈതലെ, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ജീവിതം ദുരിതപൂർണമാകാം, പക്ഷേ ഡു നോട്ട് ഫിയർ. കാരണം നിങ്ങൾ വിലയേറിയവരാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജർമ്മനിലെ പ്രശസ്തനായ ഒരു വേദശാസ്ത്രജ്ഞനാണ് ഡിട്രിച്ച് ബോൺഹോഫർ. 1940കളിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ്. ഏതാണ്ട് 39 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. വിട പറയുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കൊല്ലുകയാണ്, തൂക്കിക്കൊല്ലുകയാണ്. അദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസിയാണ്. 21ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് വേദശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ്. 21ാമത്തെ വയസ്സിൽ വേദശാസ്ത്രത്തിൽ അഗ്രഗണ്യനായി തീർന്ന ആ മനുഷ്യൻ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിവേരിളക്കുന്ന രീതിയിൽ പ്രസംഗിക്കുകയുണ്ടായി. സാധാരണ വിശ്വാസ സമൂഹത്തെ അവരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രകളെപ്പറ്റി, യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തെപ്പറ്റി കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. അതേസമയം യൂതന്മാരെ നാസി ഭീകര തടവുകളിൽ ആക്കിയതിനെതിരെ അതിശക്തമായി അദ്ദേഹം പ്രസംഗിച്ചു. അങ്ങനെ ഹിറ്റ്ലറിൻ്റെ പടയാളികളുടെ കണ്ണിലെ കരടായി മാറിയ ആ മനുഷ്യൻ തടവറകൾക്കുള്ളിലേക്ക് അയക്കപ്പെടുകയാണ്. ആ മനുഷ്യൻ ശിഷ്യത്വത്തെപ്പറ്റി, കർത്താവിനെ പിൻപറ്റുന്നവരെ പറ്റി എഴുതിയ ലോകപ്രശസ്തമായ ഒരു പുസ്തകമാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. അതിൽ അദ്ദേഹം പറയുകയാണ്, when Christ calls a man, he bids him come and die. When Christ calls a man, ക്രിസ്തു ഒരാളെ വിളിക്കുമ്പോൾ, ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ, ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ പറയുന്നത് കം ആൻഡ് ഡൈ. വിലപേശലാണ്, അതൊരു വെല്ലുവിളിയാണ്. വരിക, മരണത്തെ പുൽകുക എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ അഭിമന്യ ഫീലക്സിനോസ് തിരുമേനിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടുകാണും. പലരും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അത് ഇങ്ങനെയാണ്, നാം കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വചനമാണ്. അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? പ്രത്യേകിച്ച് ഇവിടേക്ക് വെള്ളിയാഴ്ചകളിൽ കടന്നു വരുന്ന ആളുകൾ, ഞാൻ 1 വർഷം മുമ്പാണ് ഇതിനെപ്പറ്റി കേൾക്കുന്നത്. എന്നോട് ഒരാൾ പറഞ്ഞതാണ്, എൻ്റെ ഇടവകയിൽ ഒരാൾ 5 അല്ലെങ്കിൽ 7 അല്ലേ വെള്ളിയാഴ്ചകളിൽ ഇവിടെ വന്ന് തിരി കത്തിച്ചിട്ട് പോകണം എന്ന്. അത് ഞാനിങ്ങനെ കേട്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവിടേക്ക് വരുന്ന ഓരോ ആളുകളുടെയും ഉള്ളിൽ ഒരു സ്വപ്നമോ, ഒരാഗ്രഹമോ, ഒരു പ്രതീക്ഷയോ, ഒരു ദുഃഖമോ, ഒരു ഭാരമോ ഉണ്ട്. പക്ഷെ തിരുമേനി പറഞ്ഞത് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നവും പ്രാർത്ഥനയും എന്തായിരിക്കണം? എന്തായിരിക്കണം? മരണം എന്നതാണ്. പോരുതാരും. മരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്നോർമ്മിപ്പിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് തുടങ്ങുകയാണ്. വിശുദ്ധ കുർബാനയുടെ പാപപരിഹാര പ്രാർത്ഥന, പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും എന്ന് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഞാൻ നിങ്ങളുമൊക്കെ ഈ ആരാധനയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ ആമീനും കുറേലായസനും ഒക്കെ പറയാറുണ്ട്. ശ്രദ്ധിച്ച് പറയണം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഈ പ്രാർത്ഥന ചൊല്ലി അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ നാം പറയാറുണ്ട്. എന്തുവാ പറയാറുള്ളത്? നല്ലൊരന്ത്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ശ്രദ്ധിച്ച് കേൾക്കണം. നിനക്കിഷ്ടമുള്ളതും നിന്റെ ദൈവത്തിന് യോഗ്യവും പ്രീതികരവുമായ
ക്രിസ്തീയ അന്ത്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നല്ലൊരവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. 3 പ്രാവശ്യം ഇത് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കുമ്പോൾ അതിൻ്റെ ഇമ്പത്തിലൊക്കെ നമ്മൾ അങ്ങനെ മതിമറന്ന് അങ്ങ് പോകും. പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും. ഇതിൻ്റെ അവസാനം പിതാക്കന്മാർ അവസാനിപ്പിക്കുന്നത് നല്ലൊരന്ത്യത്തിന്, ക്രിസ്തീയ പരിപൂർണതയ്ക്ക് യോഗ്യമായൊരു അന്ത്യത്തിന്, നല്ലൊരു അവസാനത്തിന് ഞങ്ങൾ യോഗ്യരാക്കണം. ഇച്ചിരി പ്രയാസമേറിയതാണ്, ഇച്ചിരി ബുദ്ധിമുട്ടേറിയതാണ് ഈ പ്രാർത്ഥന. ക്രിസ്തുവിനൊപ്പം മരിക്കാനായാണ് നമ്മളെ വിളിക്കുന്നത്. നീറുന്ന വേദനകളുടെയും ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും മധ്യത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു അവരോട് പറയുകയാണ്, അവർക്ക് നൽകുന്ന ഒന്നാമത്തെ വാക്കിതാണ്. നിങ്ങൾ വിശേഷതയുള്ളവരാണ് എന്ന് പറയുമ്പോൾ അവർക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. As ye go proclaim, the kingdom of heaven has come near. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം നിങ്ങളുടെ അരികിലെത്തിയിരിക്കുന്നു. ഇതാണ് ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം. ഈ ഡിട്രിച്ച് ബോൺഹോഫറിന്റെ അവസാന നാഴികയിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: This is the end for me, the beginning of life. ഇതെന്റെ ജീവിതത്തിന്റെ അവസാനമാണ്. This is the end for me. ഇതെന്റെ അവസാനമാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിന്റെ തുടക്കമാണ്. The beginning of life. ഇതൊരോർമ്മ ഉണ്ടായിരിക്കണം. ഈ സഹദായുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പോൾ, സഹദായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ സഹദായും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പിതാക്കന്മാർ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന സദറായിൽ സഹദേയന്മാരുടെ, പ്രത്യേകിച്ച് പുണ്യവാനായ പരിശുദ്ധനായ വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിൻ്റെ സന്ധ്യാ നമസ്കാരത്തിൻ്റെ സദറായിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സഹദ സ്വർഗയാത്ര ചെയ്യുന്നവർക്ക് മാർഗദർശിയാകുന്നു. സഹദ സ്വർഗയാത്ര ചെയ്യുന്നവർക്ക് മാർഗദർശിയാകുന്നു, വഴി കാണിക്കുന്നവനാകുന്നു. എനിക്കും നിങ്ങൾക്കും എങ്ങോട്ടുള്ള യഥാർത്ഥത്തിലുള്ള വഴിയാണ് കാണിക്കുന്നത്? സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് ഗീവർഗീസ് സഹദ കാണിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. സഹദേന്മാർക്കുണ്ടായിരുന്നു, പരിശുദ്ധന്മാർക്കുണ്ടായിരുന്നു. വെള്ളിയാഴ്ചകളിൽ ഈ ദേവാലയത്തെ അഭയം പ്രാപിക്കാനായി ഈ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ജീവിതങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളും, യേശുവിൻ്റെ അരികിലേക്ക് ചേർന്ന് വരുന്ന ഒരാളും മറന്നു പോകരുത്. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്കാണ് എന്ന കാര്യം മറന്നു പോകരുത്. വിശുദ്ധ മാമോദീസായ്ക്ക് കൊണ്ടു നിർത്തുമ്പോൾ കുഞ്ഞിൻ്റെ തലയിൽ ഏറ്റവും അവസാനം ഒരു കിരീടം ധരിപ്പിക്കും. ആ കിരീടം ധരിപ്പിച്ച് കഴിയുമ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. നമ്മൾ അന്നേരം ഈ കിരീടം താഴെ പോകുമോ ഇല്ലയോ എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നതുകൊണ്ട് ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. പിന്നെ കുഞ്ഞ് കരഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ അന്നേരത്തെ ഏറ്റവും വലിയ അളവുകോൽ എന്നുള്ളത്. അവിടെ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ഈ കിരീടം നിന്റെ സ്വർഗരാജ്യത്തിൽ വെച്ച് ഈ പൈതൽ പ്രാപിക്കുമാറാകണമേ. നല്ല അവസാനം പ്രാപിക്കുന്നവർക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ കിരീടം സ്വർഗരാജ്യത്തിൽ വെച്ച് ഈ പൈതൽ പ്രാപിക്കുമാറാകണമേ. സാധാരണ ഈ കിരീടം കുഞ്ഞ്
ഇങ്ങനെ പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടും അത് വെക്കുമ്പോൾ കുഞ്ഞിനൊരു അസ്വസ്ഥതയുള്ളത് കൊണ്ടും നമ്മളത് നേരത്തെ അങ്ങെടുത്ത് മാറ്റും. പിതാക്കന്മാർ ഈ പ്രാർത്ഥന ഏറ്റവും അവസാനമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കുർബാനയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ക്രമം അനുസരിച്ച് അതിൻ്റെ സമാപന പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കിരീടം ഒരു ഓർമ്മപ്പെടുത്തലാണ്. സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ ആദ്യമായി ഒരു പൈതലിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പൈതലിനെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി ഓർമ്മപ്പെടുത്തുകയാണ്. തീർന്നില്ല. വിവാഹകുദാശയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ നമ്മളുടേതിനോ കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. മൂളൽ മാത്രമായിരിക്കും ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാകുക. ബാക്കിയുള്ളവർക്ക് മൂളൽ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. കാരണം മണവറയുടെ വാതിലല്ല, ഓഡിറ്റോറിയത്തിൻ്റെ വാതിൽ എപ്പോഴാണ് തുറക്കുന്നതെന്ന് നോക്കിയാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് വിവാഹ നിശ്ചയത്തിൻ്റെ മോതിരമഴവിൻ്റെ ക്രമത്തിലെ സദറായിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവമായ കർത്താവേ, ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിച്ച ഇവരെ നീ ഇത് ധരിപ്പിക്കുമ്പോൾ ഇറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. എന്താ ഓർമ്മിപ്പിക്കുന്നത്? ഈ മോതിരങ്ങൾ ഇവർക്ക് നൽകുമ്പോൾ സ്വർഗീയ മണവറയിലേക്ക് ഇവരെ ആനയിക്കണം. എവിടേക്കാ? സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ബോധ്യം ഇവർക്ക് നൽകുകയാണ്. തീർന്നില്ല. കിരീടവാഴ്വിൻ്റെ ക്രമം അതിലെ സദറായിലും ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ കൃത്യമായിട്ട് പറയുകയാണ്, അവിടെ നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചു കൊള്ളണം. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണം. എന്താ പ്രാർത്ഥിക്കുന്നത്? സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടെ യാത്ര ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണം. ഇതുകൊണ്ടും തീരുന്നില്ല. മിന്നുകെട്ടിക്കഴിയുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ഏദൻ തോട്ടം നട്ടോനെ നീയാണൻ യുവ മണവാളൻ എന്ന പാടുന്നതിന് തൊട്ടു മുമ്പ് കൃത്യമായി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ പറയുന്നത് അനുതാപത്താൽ, വലത്തുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണം. ഇപ്പൊ ഈ കൂതാശകളൊക്കെ സംബന്ധിക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ടല്ലേ? എങ്ങോട്ടാണ് യഥാർത്ഥത്തിൽ നാം ചരിക്കേണ്ടതും സ്വപ്നം കാണേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പൈതലിനെ ദേവാലയത്തിൽ കൊണ്ടു നിർത്തുമ്പോൾ അതിൽ വെക്കുന്ന കിരീടം, ആ പൈതലിന്റെ തലയിൽ വെക്കുന്ന കിരീടത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്, സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീരണം. യു ആർ ഓഫ് മോർ വാല്യൂ ദാൻ സ്പാരോസ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ദുരിതവും വേദനകളും സങ്കടങ്ങളും നിരാശകളും ഒത്തിരി ഉണ്ടാക്കാം. അതിൻ്റെയൊക്കെ ആഴക്കടലിൽ നിങ്ങൾ കിടക്കുമ്പോഴും പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹദായി നിങ്ങളൊന്നു നോക്കൂ. സഹദാ സ്വർഗീയ യാത്ര പ്രയാണം ചെയ്യുന്നവർക്ക് ഒരു വഴികാട്ടിയായി തീരുകയാണ്. കുദാശകളിൽ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരണം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഓർമ്മപ്പെടുത്തലുകളാണ് 84 സങ്കീർത്തനത്തിലും സങ്കീർത്തനക്കാരൻ പറയുന്നു, കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അങ്ങനെ എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. അങ്ങനെ എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുകയാണ്. ഇതൊരു കേവലം ഓർമ്മപ്പെടുത്തലല്ല. നാം
ചെന്നു ചേരേണ്ട ഇടത്തേക്കോ ഈ സഹതായി കൂട്ടുപിടിക്കണം. വിളിച്ചാൽ വെളിപ്പുറത്താണെന്ന് നാം വിശ്വസിക്കുന്ന ഒരു സഹതായുടെ മധ്യസ്ഥതയിൽ നാം സ്വന്തമാക്കേണ്ട ഒന്നാണ് സ്വർഗരാജ്യം. പലപ്പോഴും നമുക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ദുഃഖവെള്ളിയാഴ്ച കുമ്പിട്ട് അവസാനം ഒരൊറ്റ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കാറില്ലേ? കള്ളനെ പോലെ ഞങ്ങളും ചൊല്ലുന്നു. എന്താ ചൊല്ലുന്നു? കള്ളനെ പോലെ ഞങ്ങളും ചൊല്ലുന്നു. പിതാക്കന്മാർ അതുകൊണ്ടാണ് പറയുന്നത്, വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ ഇവർ അവകാശികളായി തീരുവാൻ ഇടയാക്കണം. ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, കുമ്പിട്ട ശ്ലീബായെ വന്നിച്ച് നാം എഴുന്നേൽക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ആ കള്ളനെ പോലെ ഞങ്ങളെയും ഓർക്കണം. എന്തിനാ? കള്ളൻ എന്തോ പറഞ്ഞേ? എന്നെ കൂടെ ഓർക്കണം. അപ്പോൾ പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. അവൻ്റെ വേദനയോ അവൻ്റെ രോഗമോ അവൻ്റെ പ്രയാസമോ അവൻ്റെ കാൽവറിയിലെ ബുദ്ധിമുട്ടോ എന്തെല്ലാം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാമായിരുന്നു. ആലോചിച്ചിട്ടുണ്ടോ? കാൽവറിയിൽ പ്രാണനോട് മല്ലിട്ട് കൊണ്ട് ഒരു മനുഷ്യൻ കിടക്കുമ്പോ അവൻ പറഞ്ഞു, നീ എന്നെ ഒന്നോർത്താ മതി. ദൈവസന്നിധി നിൽക്കുമ്പോ, ഏത് വേദനകളുടെയും ദുരിതത്തിൻ്റെയും ആഴത്തിൽ നിൽക്കുമ്പോ നിങ്ങൾ ക്രിസ്തുവിനോടൊന്ന് പറയുക, എന്നെ ഒന്ന് ഓർക്കണം, നീ എന്നെ ഒന്നോർക്കണം. അപ്പോൾ ക്രിസ്തു നമ്മളോട് പറയും, എന്നോടുകൂടെ പറുദീസയിലിരിക്കും. പറുദീസ സ്വർഗീയ രാജ്യത്തിൻ്റെ അവകാശികളായി തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സഹതായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ ഏറ്റവും മഹത്തരമായ ഒന്ന് ഈ സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ബോധ്യമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകും. മറന്നു പോകരുത് കേട്ടോ. സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് പറഞ്ഞ അവകാശവും വീതവും വാങ്ങിക്കാൻ തിടുക്കവും ഉത്സാഹവും ജാഗ്രതയുള്ളവർ ഇവിടെ ഇതാ ഒരാൾ പറയുന്നു, ഇതാ എൻ്റെ പിതാവിൻ്റെ അരികിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാനത് ഒരുക്കാൻ പോകുന്നു, പോയിട്ട് നിങ്ങളെയും പോകുന്നില്ലായിരുന്നു, ഞാൻ വന്നിട്ട് നിങ്ങളെയും ചേർത്തുകൊള്ളും, അവിടേക്ക് കൊണ്ടുപോകും. ഈ ഓർമ്മപ്പെടുത്തൽ, ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വിശേഷതയുള്ളവരാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കുമല്ല പറയുന്നു, നിങ്ങൾ എത്രമാത്രം ദൈവത്തെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ദൈവം വെറുതെ വിടുകയില്ല. നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കാൻ സാധ്യതയാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നത്, കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ദൈവത്തിൻ്റെ ദാനമായ ഒരു ഭവനം ഞങ്ങൾക്ക് എവിടെ ഉണ്ടെന്നറിയുന്നു? സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ നശ്വര ലോകവും ഈ കാണുന്ന കാഴ്ചകളുമെല്ലാം മാറിപ്പോകും. ഇന്ന് രാവിലെ അഭിമന്യ പിതാവ് ഓർമ്മിപ്പിച്ചതുപോലെ, മരണത്തെ സ്നേഹിക്കാൻ, മരണത്തിനായി കാത്തിരിക്കാൻ, മരണത്തിനായി പ്രാർത്ഥിക്കാൻ ഭയമാണ്. പക്ഷെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തോട് വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജീവിക്കുന്നത് ക്രിസ്തുവും
മരിക്കുന്നത് ലാഭവുമാകുന്നു. നിങ്ങളുടെ വേദനകളുടെയും ദുഃഖങ്ങളുടെയും നിരാശകളുടെയും മധ്യത്തിൽ ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളുടെ ആദ്യത്തെ വാക്ക് തന്നെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവാൻ പറയുന്നത്. ഇന്നിത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അധികം മൈലേജ് ഒന്നും കിട്ടത്തില്ല. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യത്തെ പറ്റി മറന്നുകൊണ്ട് ഒരാരാധനയിലും നിങ്ങൾക്ക് സംബന്ധിക്കാൻ പറ്റത്തില്ല. പക്ഷെ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ നീട്ടിപ്പാടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ, ചാരി നോക്കിയൊക്കെ പോവും. പാട്ട് പാടുമ്പോൾ എല്ലാം അങ്ങനത്തെ പാട്ടുകളാണ്. പക്ഷെ പാടാനുള്ള താളത്തിൽ ഇതൊക്കെ പാടിപ്പോവും. ഒരു പാട്ടിൽ എത്രയും വേന്ന കാന്തനും മണവാളിനും മൊത്തം അങ്ങ് പോകാൻ റെഡിയായിട്ടിരിക്കുക എന്നാണ് പാടുന്നത്. ഞാൻ ആ പാട്ടുകളെല്ലാം ഇവിടെ പാടുന്നില്ല. മറ്റൊരു പാട്ടിൽ പാടുന്നു, എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും, യേശു മാത്രം മതി. നിരന്തരമായി നമ്മൾ പാടുന്ന പാട്ടുകൾ ഒന്നെടുത്തു നോക്കേ. എല്ലാത്തിലും നാം പറയുന്നത് അതാണ്. ദൈവത്തെ പാട്ടുകളിലും പ്രാർത്ഥനകളിലും കൃത്യമായി പിതാക്കന്മാരും വിശുദ്ധന്മാരും ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞിന് സ്വർഗരാജ്യം വേണം എന്ന് ആരെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടോ? ആരെങ്കിലും നേർച്ച നേരുവോ? എൻ്റെ കുഞ്ഞിന് സ്വർഗരാജ്യം കിട്ടാൻ വേണ്ടിയിട്ട് പൊന്നമ്പിപ്പള്ളിയിൽ 5 വെള്ളിയാഴ്ച ഞാൻ വന്നിരിക്കാം. ഇത് കഴിയുമ്പോൾ അച്ഛനോട് പറയും, ഇനിയും വേണ്ട അച്ഛനെ എന്ന് പറയും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയാലും നിങ്ങൾക്ക് സ്വർഗരാജ്യത്തെ സ്വപ്നം കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം, എൻ്റെ വിശ്വാസവും വ്യർത്ഥം, എൻ്റെ ജീവിതവും വ്യർത്ഥം, നിങ്ങളുടെ ജീവിതവും വ്യർത്ഥം. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ഈ സഹതായുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ദുരിതങ്ങളുടെ കയത്തിലൂടെ താണ്ടിപ്പോകുമ്പോഴും there is a hope. അവൻ ഞങ്ങളെ ചേർത്തുകൊള്ളും. കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞുപോയാലും കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം ഞങ്ങൾക്കൊരുക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അതിലേക്ക് വളർന്ന ഒരു പിതാവിൻ്റെ മധ്യസ്ഥതയിലാണ് ഞാൻ നിങ്ങളും ഇരിക്കുന്നത്. നിങ്ങൾ പിന്നെ എന്തിനു ഭയക്കണം? നിങ്ങൾ യാചിക്കുന്നത് വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്ന ഒരു പിതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പോൾ ആ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു, ഞാൻ മുൻപേ സ്വർഗരാജ്യം നേടി. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് ഉയർന്നു വരണം. എവിടേക്കാ? സ്വർഗരാജ്യത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഉയർന്നു വരണം. ഈ നശ്വരലോകവും ഇതിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന ദൈവത്തെ ദർശിക്കുവാൻ സ്വർഗരാജ്യത്തിലേക്ക് പോയി അതിൻ്റെ യാത്രകളെ കണ്ട ഒരാൾ. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്, സ്വർഗീയ പ്രയാണം ചെയ്യുന്നവർക്ക് സഹദാ ഒരു മാർഗദർശിയാകുന്നു. ഈ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിൽ ഈ പിതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യസ്ഥതകളെയോ പിതാവ് തന്നെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങളെയോ ഒന്നും തള്ളിപ്പറയുകയല്ല. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പോകാൻ ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. അതാണ് ശിഷ്യത്വത്തിൻ്റെ വില. അതാണ് ശിഷ്യത്വത്തിൻ്റെ വില. അതാണ് ശിഷ്യത്വത്തിലേക്കുള്ള വിളി എന്ന് മറന്നു പോകരുത്. When Christ calls someone, he bids to come and die. നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ക്ഷണിക്കുകയാണ്, നിങ്ങളെ അതിലേക്ക് ചേർത്ത് നിർത്തുകയാണ്.
വരിക, മരണത്തെ പുൽകുക. ഇച്ചിരി പ്രയാസമേറിയതാണ്. ജീവിതത്തിൻ്റെ നിരന്തരമായ യാത്രകളിൽ സ്വർഗരാജ്യം പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ഏറ്റവും അവസാനം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ അവസാന യാത്രയെ അയപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വൈദികൻ മുഖം മൂടിയതിന് ശേഷം തൈലം ഒഴിക്കും. തൈലം ഒഴിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ഇവിടെയെല്ലാം ഉള്ള പ്രശ്നം ആര് മൂടാൻ പോകുന്നു, ഇനി ആര് കരയാൻ പോകുന്നു, ഇനി ആര് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാം പ്രശ്നം. നമ്മളിത് ഇച്ചിലൂടെ ശ്രദ്ധിക്കണം, ഈ വായനകൾ ശ്രദ്ധിക്കണം. ആ വായനയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഈ തൈലം ഒഴിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥനയിൽ എഴുതിയിരിക്കുന്നത്, ആയാറിൽ പതിയിരിക്കുന്ന എല്ലാ ദുഷ്ടസേനകളിൽ നിന്നും ഇവൻ രക്ഷപ്പെട്ട, ഒരു വാക്കുകൂടുണ്ട്, വഴുതി രക്ഷപ്പെടുമാറാകണമേ. എണ്ണ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇതൊരു പ്രതീകമാണ്. ഈ ആയാറിൽ പതിയിരിക്കുന്ന, ഈ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേനകളിൽ നിന്ന് രക്ഷപ്പെട്ട എവിടേക്ക് പോകണം? നിന്റെ സന്നിധിയിൽ ചെന്നു ചേരുവാറാകണം. മരിച്ചാലും വിടാതെ പിന്തുടരുന്ന ആളുകളുണ്ട്. യൂദായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, മോശയുടെ ശരീരത്തിന് വേണ്ടി ആര് വാദിച്ചു? പിശാച് വാദിച്ചു. ഒരു ഓർമ്മപ്പെടുത്തലാണ് പിതാക്കന്മാർ, നമ്മുടെ രാജ്യം ഇവിടെയല്ല, ദൈവത്തോടൊപ്പമുള്ളൊരു വാസം. അപ്പൊ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗത്തെ പറ്റിയുള്ള ബോധ്യം, ആ ബോധ്യത്തിൽ ചരിക്കുവാൻ പോകുവാൻ ഈ സഹദായുടെ മധ്യസ്ഥ ഇടയായിത്തീരണം. വീണ്ടും ഈ സഹദായുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. നിങ്ങൾ വിശേഷതയുള്ളവരുള്ളത് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിച്ചിരിക്കുന്നതും നിങ്ങൾ സ്വർഗരാജ്യത്തെ പറ്റി പറയേണ്ടതും അവർക്ക് അവകാശപ്പെട്ടതാണ്, അവനെ പിൻപറ്റുന്നവർക്ക്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഭയപ്പെടേണ്ട, എന്നാൽ ഭയപ്പെടണം. 10-ാം അധ്യായം 28-ാം വാക്യത്തിലാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒരേ സമയം പറയുകയാണ്, ഭയപ്പെടേണ്ട, എന്നാൽ ഭയപ്പെടണം. അവിടെ ഇങ്ങനെയാണ് യേശുക്രിസ്തു പറയുന്നത്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. സുറിയാനി തർജ്ജമയിൽ എവങ്കേലിയൻ ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ശരീരത്തെ കൊല്ലുവാൻ കഴിയാതെ, ആത്മാവിനെ കൊല്ലുവാൻ കഴിയാതെ ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. ഒരേ സമയം പറയുകൻ, ഭയപ്പെടേണ്ട, ഭയപ്പെടുവിൻ. ഫിയർ നോട്ട്, ദൈവത്തെ ഭയക്കണം. എന്നാൽ നിങ്ങളുടെ ശരീരത്തെ മാത്രം കൊല്ലാൻ പറ്റുന്നവരെ ഭയപ്പെടരുത്. നിങ്ങളുടെ ശരീരത്തെ കൊല്ലാവുന്ന നിരവധി കാരണങ്ങളുണ്ട്. നമ്മൾ അതുകൊണ്ടാണല്ലോ പറയുന്നത്, എൻ്റെ അച്ഛ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുക. നീറുന്ന വേദനകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ എല്ലാം മക്കളെ ഓർത്തോ, സ്വന്തമായിട്ടുള്ള രോഗങ്ങളെ ഓർത്തോ, പ്രിയപ്പെട്ടവരെ ഓർത്തോ, ജീവിതത്തിന് മുൻപോട്ടുള്ള ഓരോ കാര്യങ്ങളെ ആലോചിച്ചോ നീറി 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 വെന്തുരുകി ജീവിതം താഴേക്ക് പോകുന്നതായി തോന്നുന്ന അനേകം ആളുകളുണ്ട്. എൻ്റെയും നിങ്ങളുടെ മധ്യത്തിൽ അനേകം ആളുകളെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുന്നുണ്ട്. ജീവിതം അത്ര ദുസ്സഹമായി തീരുന്ന ഇടങ്ങളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെയാണ് യേശുക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ശരീരത്തെയും ആത്മാവിനെയും കൂടെ കൊല്ലുവാൻ കഴിയുന്നവനെ ഭയപ്പെടണം. നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്ന രോഗത്തെ ഭയപ്പെടരുത്. നിങ്ങളുടെ ശരീരത്തെ കൊല്ലുവാൻ സാധ്യതയുള്ള ഒന്നിനെയും ഭയപ്പെടരുത്. നിങ്ങളുടെ വീടോ, നിങ്ങളുടെ ധനമോ, നിങ്ങളുടെ ജോലിയോ, നിങ്ങളുടെ പഠിത്തമോ, നിങ്ങളുടെ സ്നേഹിതരോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ, നിങ്ങളുടെ മക്കളോ, എന്തു വേണമെങ്കിലും നിങ്ങളെ കൊല്ലാം. ഓരോ ദിവസവുമുള്ള വാർത്തകൾ വായിക്കുമ്പോൾ പലപ്പോഴും വിചാരിക്കും, പത്രം വായിക്കാതിരിക്കണം, ന്യൂസുകൾ കാണാതിരിക്കണം. മരണം എന്നത്
ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലും ആഴത്തിലുമാണ് കടന്നു വരുന്നത്. അപകടങ്ങൾ, ദുരിതങ്ങൾ നാം പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് പലർക്കും വന്നു ചേരുന്നത്. ചില മനുഷ്യരുടെ ജീവിതത്തിലെ രോഗങ്ങളും വേദനകളും കേൾക്കുമ്പോൾ ദൈവമേ എന്താണ് ഇങ്ങനെ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ദൈവം പറയുന്നത്, ശരീരത്തെ കൊല്ലുന്നതിനെ നിങ്ങൾ ഭയപ്പെടേണ്ട. സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും ഫിയർ നോട്ട്, ഡു നോട്ട് ഫിയർ. നിങ്ങൾ ശരീരത്തെയും ആത്മാവിനെയും കൂടെ കൊല്ലാൻ കഴിയുന്ന ഒരാളുണ്ട്. അതാരാ? ജീവിക്കുന്നവനായ ക്രിസ്തുവിനെ, ദൈവത്തെ ഭയപ്പെടണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവിടെ ഏദന്റെ അനുഭവം വിവരിക്കുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ ആദമും ഹൗവയും പഴം പറിച്ച് തിന്നതിന് ശേഷം, നിങ്ങൾക്ക് കഥ അറിയാം, അവരുടെ അരികിലേക്ക് ആര് കടന്നു വരുന്നു? ദൈവം കടന്നു വരികയാണ്. ദൈവം കടന്നു വരുമ്പോൾ ദൈവം കുറേ പ്രാവശ്യം വിളിച്ചു. നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. എന്തിനാണ് ആദം ഹൗവയും ഒളിച്ചത്? ഭയപ്പെട്ടു, അല്ലേ? ആരെ ഭയപ്പെട്ടു? ആരെ ഭയപ്പെട്ടു? ആരെ ഭയപ്പെട്ടു? ദൈവത്തെ ഭയപ്പെട്ടു എന്നാണ് സ്വാഭാവികമായി തോന്നുക. വായനയിലും അങ്ങനെ വേണമെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഒന്നുകൂടെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ എന്തുകൊണ്ട് ഭയപ്പെട്ടു എന്നത് ആദം പറയുകയാണ്. അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത്, നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? ആദം ദൈവത്തോട് പറയുകയാണ്, നീ വിളിച്ചത് ഞാൻ കേട്ടു, പക്ഷേ ഞാൻ നഗ്നനാകൊണ്ട്, നിന്റെ ശബ്ദം കേട്ടതുകൊണ്ടല്ല ഞാൻ ഭയപ്പെട്ടത്. ദൈവത്തെ അല്ല ഞാൻ ഭയപ്പെട്ടത്, എൻ്റെ ശരീരത്തിന് ചില കുറവുകളുണ്ടായി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് മനസ്സിലായി ഇനി ഇതെൻ്റെ കയ്യിൽ നിൽക്കുകയില്ല. ഞാൻ ഭയപ്പെട്ടു ഒളിച്ചു. എന്തുകൊണ്ടാ? ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു. പിതാക്കന്മാർ പറയുന്നു, പ്രകാശത്തിന്റെ വസ്ത്രം ഉരിഞ്ഞുപോയി. പ്രകാശത്തിന്റെ വസ്ത്രം ഉരിഞ്ഞു പോയപ്പോ പേടിച്ചുപോയി. മനസ്സിലായി ജീവിതം അവസാനിക്കുകയാണ്. ഇതാണ് ഞാൻ നിങ്ങളും തിരിച്ചറിയേണ്ടത്. ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെട്ടിരുന്നെങ്കിൽ സ്വന്തം ശരീരത്തെ ഭയപ്പെടേണ്ടി വരികയില്ല. ദൈവത്തെ ഭയപ്പെട്ടിരുന്നെങ്കിൽ, ആദം ദൈവത്തെ ഭയപ്പെട്ടായിരുന്നെങ്കിൽ പഴം പറിച്ച് തിന്നുമായിരുന്നു? ഇല്ല. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാവുന്നു നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കര ഭക്തിയാണ്. ഭക്തി കാണിക്കാൻ വേണ്ടി പള്ളിയിൽ പോകും, ഭക്തി കാണിക്കാൻ വേണ്ടി കുരിശുമൂട്ടിൽ മെഴുകുതിരി കത്തിക്കും. ഇനിയിപ്പം അതിൻ്റെ പൂക്കാലമാണ്. കുരിശുമൂടുകളിൽ 8, 9, 10 തീയതികളിലൊക്കെ മെഴുകുതിരികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സീസണാണ്. റിസൾട്ട് വരാൻ പോവാണ്. പെരുന്നാൾ മാത്രമല്ല, സർക്കാരിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോഴും ഈ മെഴുകുതിരി കച്ചവടം നല്ലതുപോലെ നടക്കും. ഞാനതിനെ കുറ്റം പറയുകയല്ല. നമുക്ക് ആരെയാണ് യഹോവ ഭക്തി എന്ന വാക്കിനർത്ഥം? യഥാർത്ഥത്തിൽ ഫിയർ ദ ലോർഡ് എന്നാണ്. ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ഫിയർ ഓഫ് യാഹ്വേ, ഫിയർ ഓഫ് അദോനായ് ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. യഹോവയോടുള്ള ഭയമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 112 സങ്കീർത്തനത്തിൽ പറയുന്നതിന് തൊട്ട് മുമ്പ് 111 സങ്കീർത്തനം 11 വാക്യത്തിൽ കൃത്യമായി പറഞ്ഞു നിർത്തുന്നത് ഇതാണ്: യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് പറഞ്ഞ് അടുത്ത വാക്യമാണ് തുടങ്ങുക. യഹോവ ഭക്തി, യഹോവയോടുള്ള ഭയം, ദ റെവറൻസ്. ഭക്തി എന്ന് പറയുന്നത് മെഴുകുതിരി കത്തിക്കൽ മാത്രമല്ല. ദ റെവറൻസ്, ദൈവമുമ്പാകെയുള്ള ആശ്ചര്യപൂർവമായ, ദൈവമുമ്പാകെ അവനെ ബഹുമാനിച്ചുകൊണ്ടുള്ള, അവൻ്റെ വേദങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള, അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടുള്ള നിൽപ്പാൻ. അതെല്ലാം പോയപ്പോൾ ആദം ആരെ പിടിക്കാൻ തുടങ്ങി? സ്വന്തം ശരീരത്തെ പിടിക്കാൻ തുടങ്ങി. അവിടെയാണ് സഹദായുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. അംഗം പ്രതി അംഗമായി കറങ്ങുന്ന ചക്രത്തിൽ ആയുധങ്ങൾ പിടിപ്പിച്ച് അതിനെ നടുക്കുകൊണ്ട് നിർത്തി അവനെ തുണ്ടം തുണ്ടമായി അവന്റെ ശരീരത്തെ കൊന്നിട്ടും അവൻ ഭയന്നില്ല. ഇതാണ് ശരീരത്തെക്കാൾ ദൈവത്തെ ഭയപ്പെടാൻ ഇടയാകണം. ശരീരത്തെക്കാൾ ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടണം. ആ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം 40 വാക്യത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം 40 വാക്യത്തിൽ അവിടെ 2 കള്ളന്മാരുടെ സംവാദത്തിന്റെ ഭാഗത്ത് പറയുകയാണ്. അതിൻ്റെ അവസാനം ഒരു കള്ളൻ മറ്റേ കള്ളനോട് പറയുകയാണ്. ദുഷിച്ചുകൊണ്ടിരുന്ന കള്ളൻ്റെ നേരെ മറ്റേ കള്ളൻ പറയുകയാണ്, ഞാൻ ഈ ഇപ്പുറത്തിരിക്കുന്ന കള്ളൻ വലത്തെ ഭാഗത്തെ കള്ളനാണെന്ന് പിതാക്കന്മാർ പറയുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഏത് കള്ളനാണെന്നില്ല, മറ്റേ കള്ളൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. കള്ളന്മാരിൽ ഒരുവൻ അവനോട് വിളിച്ചു പറയുകയാണ്, യേശുവിനെ ദുഷിക്കുന്ന കള്ളന്റെ നേരെ അപ്പുറത്തേക്ക് വിളിച്ചു പറയുകയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? കൊലപാതകിയായി, അല്ലെങ്കിൽ കള്ളനായി, മോഷ്ടാവായി, ഏതോ കേസിൽ പ്രതിയായി അവൻ തൂക്കുമരത്തിൽ വിധിക്കപ്പെട്ടതാണ്. കഴുകുമരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആ മനുഷ്യൻ ആണികളിൽ ഇങ്ങനെ കിടക്കുമ്പോ അവൻ അങ്ങേ തലക്കൽ നിൽക്കുന്ന മറ്റൊരാളോട് പറയുകയാണ്, നീ ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടണം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ദേഹത്തെക്കാൾ ആത്മാവിനെ കൊല്ലുവാൻ കഴിയുന്ന ഒരാളെ ഭയപ്പെടാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകണം. മറിയം, യാഹിയ, ഇബ്രാഹിം, ഇഷാക്ക് എന്ന് പറയുന്ന ഒരു സുഡാനീസ് യുവതിയുടെ കഥ 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിൽ വാർത്തയായതാണ്. മറിയം ഇബ്രാഹിം. അന്നവൾക്ക് 27 വയസ്സാണ്. 2014 മെയ്യിൽ നടക്കുന്ന സംഭവമാണ്. അവിടെയാണ് ഈ ലോകം പ്രത്യേകമായി ഈ സംഭവത്തിന് പുതിയ മാനങ്ങൾ നൽകുന്നത്. മറിയം ഇബ്രാഹിം എന്ന സുഡാനീസ് യുവതി, അവളൊരു എത്യോപ്യൻ ഓർത്തഡോക്സ് വിശ്വാസ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവളുടെ അമ്മ ആ വിശ്വാസത്തിലാണ്, എന്നാൽ അവളുടെ അപ്പൻ ആ വിശ്വാസത്തിലല്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു മതത്തിൻ്റെ ലേബലാണ് അവൾക്കുള്ളത്. ഈ മറിയം ഇബ്രാഹിം പിന്നീട് ഒരു ക്രിസ്ത്യൻ യുവാവിനെ വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിച്ച 20 മാസമുള്ള ഒരു ആൺകുഞ്ഞ് അവർക്കുണ്ട്. ആ സമയത്ത് ഗവൺമെൻറ്റിൽ പരാതി ചെല്ലുമ്പോൾ മതം മാറി വിവാഹം കഴിച്ചു എന്ന കുറ്റത്തിന് ഈ മറിയം ഇബ്രാഹിമിനെ തടങ്കലിൽ ആക്കുകയാണ്. അവൾ തടങ്കലിലാകുമ്പോൾ അവളുടെ ജീവിതത്തിൽ മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു. അവൾ രണ്ടാമതും ഗർഭിണിയാണ് എന്ന വാർത്ത വരികയാണ്. 8 മാസം നിറവയറുമായി തടവറക്കുള്ളിലേക്ക് ഈ മറിയം ഇബ്രാഹിം അയക്കപ്പെടുമ്പോൾ അവളുടെ 20 മാസം മാത്രം പ്രായമുള്ള ആ പിഞ്ചു പൈതലും അവളുടെ ഒപ്പം അയക്കപ്പെടും. ആ തടവറയ്ക്കുള്ളിൽ ഈ സ്ത്രീ ഒരു ക്രിസ്ത്യാനിയായി പോയതുകൊണ്ട് പീഡനങ്ങൾക്ക് വിധേയമാവുകയാണ്. അവളുടെ ജീവിതത്തെ പറ്റി എഴുതിയിരിക്കുന്നത്, നിറവയറുമായി നിൽക്കുന്ന ഒരു പെൺകുട്ടി, നിറവയറുമായി നിൽക്കുന്ന
ഒരു സ്ത്രീയുടെ 2 കാലിലും ഭീകരമായ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അവളുടെ കാലുകൾ നീരുകൊണ്ട് വല്ലാതെ ഉങ്ങിയിരിക്കുന്നു. അവളോട് പറയുന്നുണ്ട്, മാറ്റി പറഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഒന്നിനും വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ അവളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ്. അടുത്ത പ്രസവം നടന്നതിന് ശേഷം ഏത് നിമിഷവും ഇവളെ തൂക്കിക്കൊല്ലാം എന്ന ധാരണയിലേക്ക് ഗവൺമെൻറ് നീങ്ങുമ്പോൾ അത്ഭുതകരമായ ചില ഇടപെടലുകളുടെ മധ്യത്തിൽ ഇവൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് പുറത്തേക്ക് വരുന്നു. അവളെ പിന്നീട് അമേരിക്കയിലേക്ക് അവളെ കൊണ്ടുപോവുകയാണ്. അവളുടെ ജീവിതത്തിൻ്റെ ദുർഘടമായ നിമിഷങ്ങളിൽ അവളോട് ഈ ദൈവത്തെ തള്ളിപ്പറയാനായി പറയുമ്പോൾ അവൾ പറയുകയാണ്, I am a Christian and will remain a Christian. ജീവിതം മരണവും തമ്മിൽ വലിയ അകലമൊന്നുമില്ലാതെ നിൽക്കുന്ന ചില സന്ദർഭങ്ങളിൽ ഞാനും നിങ്ങളും റിമെയിൻ എ ക്രിസ്ത്യൻ എന്നുള്ളത് ചിലപ്പോൾ ഒന്നുകൂടെ മാറ്റി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ ആഴങ്ങളിലേക്കും അവൾ പോകുമ്പോൾ അവൾ പറയുകയാണ്, എന്നെ ഒരു വിശ്വാസത്തിൽ എൻ്റെ അമ്മ വളർത്തി. ഞാൻ യേശുവിനെ അറിഞ്ഞിരിക്കുന്നു. I know that God has something for me. I knew His plan is to give me hope and a future. I know His plan is to give me a future, not to destroy me and not to harm me. I didn't ask God, why me? I asked God, what do you want to teach me? What is your purpose? ദൈവം എന്താണ് എനിക്കിങ്ങനെ നൽകിയതെന്ന് ചോദിച്ചില്ല. ചോദിച്ചു പോയേക്കാം, മനുഷ്യനാണ്. പക്ഷെ അവൾ പറയുകയാണ്, എൻ്റെ ദൈവത്തിന് എന്തോ ഒരു വലിയ പദ്ധതി എന്നെ പറ്റി ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവളുടെ ഭർത്താവ് ജയിലിന് പുറത്ത് സ്വാധീനമില്ലാത്തൊരു മനുഷ്യൻ നിന്നിട്ട് പറയുകയാണ്, എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല, പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രകളിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് ക്രിസ്തുവിനെ മറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ സഹദാ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ രോഗമായിക്കോട്ടെ, വേദനകളായിക്കോട്ടെ, മാനസിക സംഘർഷങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കുടുംബത്തെ ഓർത്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ മക്കളെ കുറിച്ചായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരവസ്ഥയെക്കുറിച്ചായിക്കൊള്ളട്ടെ, തോന്നിപ്പോകാം, ദൈവമേ ഇനി ജീവിക്കണോ എന്ന് ചിന്തിക്കുന്ന ചില നിമിഷങ്ങൾ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാവും. ജീവിതത്തിന് ഇനി അർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ചില നിമിഷങ്ങളുണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. നാളെ നേരം വെളുക്കുമ്പോൾ ഇനിയൊരു ജീവിതം സാധ്യമാകുമോ എന്ന് ചിന്തിക്കുമാറ് നിങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അവിടെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്, ശരീരത്തെ കൊല്ലാൻ കഴിയുന്ന ഒന്നിനെയും ഞങ്ങൾ ഭയക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടെ തലമുറകളോട് പറഞ്ഞു കൊടുക്കണം, ജീവിതത്തിൻ്റെ നിരാശ നിറഞ്ഞ നിമിഷങ്ങളിൽ ജീവിതം മതി എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം കടന്നു വന്നാൽ, കുഞ്ഞെ, പൈതലേ, മകനെ, മകളെ, ഭയപ്പെടരുത്, നീ ഭ്രമിച്ചു പോകരുത്, നിന്റെ ദൈവം നിനക്ക് കൂടെയുണ്ട് എന്ന് പറയാനിടയാക്കണം. ദൈവത്തെ അല്ലാതെ ശരീരത്തെ കൊല്ലുന്ന ഒന്നിനെയും ഞാൻ ഭയപ്പെടുകയില്ലെന്ന് പറയാൻ ഇടയാകണം. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി, 27 വയസ്സ് മാത്രമുള്ള ഈ പെൺകുട്ടി, ഫിയർ നോട്ട് ടുമോറോ, ഗാഡ് ഈസ് ഓൾറെഡി ദെയർ എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെയെപ്പറ്റി, ജീവിതത്തെപ്പറ്റി ആശങ്കകളുണ്ടാകാം. ക്രിസ്തുയേശുവിൽ
ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന, അതിന് മനസ്സുള്ള എല്ലാവർക്കും പീഡകളും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അവിടെയാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്, ഗീവർഗീസത നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മളുടെ ശരീരത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിൽക്കാതെ ആത്മാവിനെ കൂടെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 10ഉം 12ഉം ഡിഗ്രിയും MBBSും IELTSും കാനഡയും ഓസ്ട്രേലിയയും യൂറോപ്പും മാത്രമല്ല, സ്വർഗരാജ്യത്തിൽ കൂടെ ഒരു പ്രവേശനം കിട്ടണം. ആത്മാവിനെ നശിപ്പിപ്പാൻ കഴിവുള്ള ഒരുവന്റെ മുമ്പിലേക്ക് ചെന്നുപെടാൻ ഇടയാകാതെ അവനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ഇടയാകണം. ഇവിടെയാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ ഒന്ന് അറിയുന്നില്ലേ, നിങ്ങൾ വിൽക്കുന്ന കുരുവിലുകൾ താഴെ വീണാൽ അതുപോലും ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. നിങ്ങളുടെ തലമുടിയിലെ ഒരു രോമം, തലയിലെ ഒരു രോമവും ഒരു തലമുടി നാര് പോലും താഴേക്ക് വീഴുമ്പോൾ നിങ്ങളുടെ പിതാവ് അറിയാതെ സംഭവിക്കുന്നില്ല. ആകയാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ ഏറിയ കുരുവികളെക്കാളും വിശേഷതയുള്ളവരാണ്. നിങ്ങൾ അത്രമാത്രം പ്രാധാന്യം നിറഞ്ഞവരാണ്. നിങ്ങൾ മറന്നു പോകരുത്. ജീവിതം ദുസ്സഹമായി തീരുന്ന നിമിഷങ്ങളിൽ, എൻ്റെ ദൈവമേ ജീവിതം ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ കാൽവറിയിൽ യാഗമായി തീർന്ന ദൈവത്തെ ഒന്ന് നോക്കുകയും ആ സഹദായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യണം. സഹദ തൻ്റെ ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ തനിക്ക് കിട്ടിയ സമ്പാദ്യം മുഴുവൻ ഉപേക്ഷിച്ച് ഡയക്ലേഷ്യൻ്റെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് ചെന്ന് നിൽക്കുമ്പോഴും ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, മശീഹായി ഒന്ന് തള്ളിപ്പറഞ്ഞാൽ ഉദ്യോഗവും പദവിയും എല്ലാം നേടാം. നിങ്ങൾ ഈ സഹദായുടെ മധ്യസ്ഥതയിലാണ് ഉദ്യോഗവും പദവിയും സ്വപ്നങ്ങളും ജീവിതവും എല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. എല്ലാം നേടുമ്പോഴും ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഒരു മനുഷ്യനോട് ദൈവം പറയുകയാണ്, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് ഈ സ്വന്തമാക്കുന്ന നമ്മുടെ ഈ മാനസികമായ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ വലിയ വലിയ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അത് പൂവണിയുമ്പോഴും അതിനായി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴും, ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയാൻ ഞങ്ങൾക്കിടയാകരുത്, ഞങ്ങളുടെ തലമുറകൾക്ക് ഞങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയാനിടയാകരുത്. അങ്ങനൊരു പ്രാർത്ഥന നമുക്കുണ്ടാകണം. അവിടെയാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. അതുകൊണ്ടാണ് പറഞ്ഞു നിർത്തുന്നത്, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ജീവനെ വെടിഞ്ഞ് യേശുവിനെ സ്നേഹിക്കാൻ, അവനെ പിൻപറ്റാൻ, വേദന വന്നോട്ടെ, രോഗം വന്നോട്ടെ, പ്രയാസം വന്നോട്ടെ, ദുരിതം വന്നോട്ടെ, ഏതു നിമിഷത്തിലും ദൈവമേ നിന്നെ അനുഗമിപ്പാൻ യാതൊന്നും എനിക്ക് തടസ്സമാകരുത്. നിന്നെ അനുഗമിപ്പാൻ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ തലമുറകൾക്കും ഒന്നും ഒരു തടസ്സമായി നിൽക്കരുത്. എൻ്റെ ജീവനെ കളഞ്ഞ് അതിനെ കണ്ടെത്താൻ, ക്രിസ്തുവിനെ കണ്ടെത്താൻ, ക്രിസ്തുവിനെ നേടുവാൻ നമുക്ക് ഇടയാകണം. അവിടെയാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ വിലയേറിയവരാണ്. ഈ ദൈവസന്നിധിയിൽ സഹദായുടെ മധ്യസ്ഥയിൽ നിൽക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 29-31 വാക്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. കുരികിൽ 2 കാശിന് വിൽക്കപ്പെടുന്നുവെങ്കിലും അതിൽ ഒന്ന് താഴെ വീണാൽ പോലും നിങ്ങളുടെ പിതാവ് അറിയാതെ സംഭവിക്കുന്നില്ല. ആകയാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ കുരികിലിനേക്കാൾ വിശേഷതയുള്ളവരാണ്. പക്ഷെ ആ വിശേഷത നമുക്ക് നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 10-ാം അധ്യായം 28-ാം വാക്യം, ദേഹത്തെയും
ദേഹിയെയും ദേഹത്തെയും ആത്മാവിനെയും കൊല്ലുവാൻ കഴിയുന്നവനെ ഭയപ്പെടണം. ഈ ലോകത്തെ നിങ്ങൾ പേടിക്കരുത്. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ സഹത നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ സ്വർഗീയ യാത്ര പ്രയാണം ചെയ്യുന്നവർക്ക്, സ്വർഗീയ സന്നിധിയിലേക്ക് പ്രയാണം ചെയ്യുന്നവർക്ക് വഴികാട്ടിയും മാർഗദർശിയുമാണ്. എൻ്റെ ജീവിതം ചക്രങ്ങളുടെ മുമ്പിൽ, വാളുകളുടെ മുമ്പിൽ, എരിയുന്ന തീച്ചുള്ളിയുടെ മുമ്പിൽ ഞാൻ പേടിച്ചില്ല. കർത്താവിനെ അല്ലാതെ ഞാൻ ഒന്നിനെയും പേടിച്ചില്ല. അതുകൊണ്ട് സ്വർഗീയ ഇമ്പങ്ങൾ അവൻ എനിക്ക് നൽകുകയും എന്നെ വിശ്വസിച്ച അവൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ഒരാളെയും കൈവിടാതെ നിൽക്കുവാൻ, അവരുടെ വെളിപ്പുറത്ത് നിൽക്കുവാൻ എന്നെ യോഗ്യനാക്കി തീർത്തു. നിങ്ങൾക്കും അങ്ങനെയൊരു പദവികളിലേക്ക്, അനേകരിലേക്ക് ദൈവിക സഹായങ്ങൾ ഒഴുക്കുന്ന മധ്യസ്ഥതയ്ക്ക് മുഖാന്തരമായി തീരുന്ന വിശേഷതയുള്ള ശിഷ്യഗണത്തിലേക്ക് വിളിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മളെ അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.